ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറവ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം ഈ ചാപ്റ്ററിന്റെ അവസാന പാർട്ടിൽ കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇവിടെയല്ലേ? ഓക്കെ മക്കളെ, റെഡി? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് തുടക്കാം. റെഡി? Okay, first question എന്താടാ? That is, from the above figure, which one of the following graph represent a typical semiconductor? എന്താ സെമികണ്ടക്ടറും ടെമ്പറേച്ചറും അതിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുക. ഇൻവേഴ്സ് റിലേഷൻ. ഇപ്പൊ ഇൻവേഴ്സ് റിലേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇതല്ലേ മക്കളെ? അപ്പോൾ ദാറ്റ് ഈസ് ദി ഗ്രാഫ് വിച്ച് റെപ്രസെന്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഫോർ ദി സെമികണ്ടക്ടേഴ്സ്. ഓക്കെ, ഡൈമെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡൈമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇപ്പോൾ റെസിസ്റ്റൻസ് അല്ലെ, റെസിസ്റ്റൻസ് അറ്റ് എ ടെമ്പറേച്ചർ ടി ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? റെസിസ്റ്റൻസ് അറ്റ് എ ടെമ്പറേച്ചർ ടി ഇസ് ഈക്വൽ ടു റെഫറൻസ് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആർ സീറോ ഇൻറ്റു 1 + ആൽഫ ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്ക്, ആൽഫ ഇസ് ഈക്വൽ ടു അല്ലെ 1 + ആൽഫ ഇൻറ്റു T2 മൈനസ് T1 ആണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, +1 പഠിച്ചിട്ടില്ലേ യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻ. അപ്പോൾ 1+ വെച്ച് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു T2 മൈനസ് T1ന്റെ, അതായത് അതിന്റെ ഡൈമെൻഷൻ എന്തായിരിക്കും? അതായത് ഡൈമെൻഷൻലെസ് ആയിരിക്കണം അല്ലെ? ലൈക്ക് കോൺസ്റ്റന്റ് 1 പോലെ ഡൈമെൻഷൻലെസ് ആയിരിക്കണം. അപ്പൊ ഡൈമെൻഷൻലെസ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഈ ആൽഫയുടെ ഡൈമെൻഷൻ എന്തായിരിക്കണം? ആൽഫയുടെ ഡൈമെൻഷൻ മസ്റ്റ് ബി കെൽവിൻ റേസ് ടു -1. കാരണം അതേ ഇൻറ്റു കെൽവിൻ റേസ് ടു 1 ചെയ്താലാണ് കെൽവിൻ റേസ് ടു 0 കിട്ടുക. റെഡി ആണല്ലോ? അപ്പൊ ദാറ്റ് ഈസ് m റേസ് ടു 0, l റേസ് ടു 0, t റേസ് ടു 0 ആൻഡ് കെൽവിൻ റേസ് ടു -1. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി റെസിസ്റ്റൻസ് ആൽഫയുടെ എന്ത്, അതായത് ഡൈമെൻഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റഡി കറന്റ് അല്ലെ? സ്റ്റഡി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് കറന്റ് റിമെയിൻസ് ദി കോൺസ്റ്റന്റ് അല്ലെ? അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഒക്കെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഈസ് എ കോൺസ്റ്റന്റ് അലോങ് ദി കണ്ടക്ടർ അല്ലെ? അലോങ് ദി കണ്ടക്ടർ എന്ത് വാല്യൂ ആണ് കോൺസ്റ്റന്റ് എന്നാണ് ചോദ്യം അല്ലെ? എന്ത് വാല്യൂ ആയിരിക്കും ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം കറന്റ് ആണ് കോൺസ്റ്റന്റ്. കാരണം എന്താ? സ്റ്റഡി വാല്യൂ അല്ലെ? നെക്സ്റ്റ് റീസൺ ചോദിച്ചിട്ടുണ്ടല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? വൈ ഡിഡ് യു സെലക്ട് ദിസ് ആൻസർ? ബിക്കോസ് ഹിയർ ദേ ഹാവ് കറക്ട്ലി ഗിവൺ ആസ്, അവരെന്ത് തന്നിട്ടുണ്ട്? സ്റ്റഡി കറന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം അവർ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? റെസിസ്റ്റേഴ്സ് ആർ ജോയിൻഡ് ടുഗദർ ആൻഡ് ദേ ഹാവ് സെവറൽ ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക് ഇൻ സ്പൈറ്റ് ഓഫ് വാലിഡിറ്റി ഓഫ് ഓംസ് ലോ ഇറ്റ് ഹാവ് സം ലിമിറ്റേഷൻ. അപ്പോൾ ഗീവ് വൺ ലിമിറ്റേഷൻ ചോദിച്ചില്ലേ? ഗാലിയം ആർസനൈഡ് അല്ലെ? ഗാലിയം ആർസനൈഡ് GaAs എന്താ? ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ വാട്ട്? നോൺ ഓമിക് മെറ്റീരിയൽസ്. എന്താ നോൺ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? നോൺ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡു നോട്ട് ദി ഓംസ് ലോ അല്ലെ? പെർഫെക്റ്റ് എന്തില്ല, കറസ്പോണ്ടൻസ് ഇല്ല, അല്ലെങ്കിൽ ദർ ഇസ് നോ പ്രൊപ്പോർഷനാലിറ്റി. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ എന്ന് പറഞ്ഞ റിലേഷൻ ഇല്ല. ആക്ച്വലി എന്താണ്, ഒരു ഐക്ക് ഒരു വാല്യൂ ഓഫ് വി ആ പാടുള്ളൂ. പക്ഷെ എന്താ, ഗാലിയം ആർസനൈഡിന് എന്താ, ഫോർ എ സിംഗിൾ വാല്യൂ ഓഫ് കറന്റ് ദർ ഈസ് മോർ ദാൻ വൺ വാല്യൂ ഓഫ് വി. സോ ദാറ്റ് ഈസ് an example for non-ohmic material. Okay, next question, 2014 question നോക്കാം. There's a flow of current between two charged bodies when they are connected. Okay, then what is an electric charge produced? അല്ലെ, ഇലക്ട്രിക് ചാർജ് അറിയാം, നമുക്കറിയാം it produces both electric field as well as എന്താണ്, magnetic field. That's an important question. In next question എന്താ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെ? EMF എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? It is the energy per unit charge. എന്താണ്? It is the energy per unit charge. Very 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 important definition. Okay, നെക്സ്റ്റ് 2015 മാർച്ച് ക്വസ്റ്റ്യൻ. കിർച്ചോഫ് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിർച്ചോഫ് ഫസ്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ട്, കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? കിർച്ചോഫ് റൂൾ ഓഫ് ജംഗ്ഷൻ അല്ലെ? ദാറ്റ് ഈസ് ജംഗ്ഷൻ റൂൾ. എന്താ? ദാറ്റ് ഈസ് ദ കറന്റ് എൻറ്ററിംഗ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് എ ജംഗ്ഷൻ. അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ പറയാം? ദ സം ഓഫ് കറന്റ് അക്യുമുലേറ്റിംഗ് ഇൻ എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 അല്ലെ? ദാറ്റ് ഈസ് എന്താ? ദ സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ദ റെസിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ലോങ് വയർ, 20 സെന്റിമീറ്റർ ലോങ് വയറിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. അത് 40 സെന്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്തു? ഇലോങ്ങേറ്റ് ചെയ്തു. നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? എന്താ? ആർ ഡാഷ് അല്ലെ? ന്യൂ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു ആർ. n എന്താ? n ഈസ് ദി നമ്പർ ഓഫ് ടൈംസ് ദി ലെങ്ത് ഹാസ് ഇൻക്രീസ്ഡ്, അതായത് l ഡാഷ് ബൈ l. l ഡാഷ് ബൈ l, ന്യൂ ലെങ്ത് എത്ര? 40 ബൈ ഇനീഷ്യൽ ലെങ്ത് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു n ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ r കൊടുക്കുക. ദാറ്റ് ഈസ് r ഡാഷ് ഇസ് ഈക്വൽ ടു, n ന്റെ വാല്യൂ 2 ആയ കാരണം 2 സ്ക്വയർ 4, 4 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അല്ലെ? 20 എന്ന് വരും എന്ത്? 20 ഓം ഈസ് ദി ന്യൂ റെസിസ്റ്റൻസ്. റെഡി? ഓക്കെ, നമ്മളോട് പിന്നെ ചോദിച്ചിട്ടുള്ള എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് മോർ ദാൻ വൺ വാല്യൂ ഓഫ് വോൾട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞെന്താ? ഗാലിയം ആർസനൈഡ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ലൈക്ക് റെസിസ്റ്റേഴ്സ് അല്ലെ? നമ്മൾ പറഞ്ഞു റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതായത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും എന്താണ്, സെൽസ് ക്യാൻ ഓൾസോ ബി അറേഞ്ച്ഡ് ആസ് എ കോമ്പിനേഷൻ അല്ലെ? സീരീസ് കോമ്പിനേഷനിലും പറ്റും, പറഞ്ഞു സീരീസ് കോമ്പിനേഷനും പറ്റും, അതുപോലെ തന്നെ എന്തും പറ്റും, പാരലൽ കോമ്പിനേഷൻ
വഴി എന്ത് ചെയ്യാൻ പറ്റും? സെൽസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ? അതായത് ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എന്താണ്? അതിന്റെ ഡെറിവേഷൻ ആണല്ലേ ഇഫക്റ്റീവ് ഇഎംഎഫിന്റെ ഡെറിവേഷൻ. അപ്പോൾ നമുക്കറിയാം എന്താ? ഒരു ദാറ്റ് ഈസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഹിയർ ദ 2 കറന്റ്സ് ആർ അക്യുമുലേറ്റിംഗ് ടു ഫോം I ല്ലേ? അപ്പോൾ I1 പ്ലസ് I2 ആണ് I ആവുന്നത് അല്ലേ? നമുക്കറിയാവുന്ന റിലേഷൻ എന്താ? നമുക്കറിയാം ഇവിടെ പൊട്ടൻഷ്യൽ അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആറും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ രണ്ടിന്റെയും അല്ലെ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ബിക്കോസ് എന്താണ്? ഇറ്റ് ഈസ് എ പാരലൽ കോമ്പിനേഷൻ. നമുക്ക് എന്തറിയാം? ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ പറയുക? വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് I1 ഇൻറ്റു R1. വി ഇസ് ഓൾസോ ഈക്വൽ ടു ഇ ടു പ്ലസ് I2 ഇൻറ്റു R2 അല്ലെ? ഇതിന്ന് രണ്ടീന്നും I1ഉം I2 ആയിട്ട് സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? ടോട്ടൽ കറന്റ് I ഇസ് ഈക്വൽ ടു പറഞ്ഞ ടോട്ടൽ കറന്റ് I ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ദാറ്റ് ഈസ് I1 പ്ലസ് I2 എന്ന് പറയാം. എന്താണ് ടോട്ടൽ കറന്റ് I ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് പറയാം. റെഡി അല്ലേടോ? ഡൗട്ട് ഇല്ലല്ലോ? പ്രശ്നമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്ന് രണ്ടീന്നും ഈ R1നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതായത് ഈ R1 ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ? R2നെ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? E1/R1 പ്ലസ് E2/R2. അതെന്താ? ആക്ച്വലി ദാറ്റ് ഈസ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ? അതായത് ഈ ഈക്വലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് ഈ ഈക്വലൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് E1/R1 പ്ലസ് E2/R2. അതാണ് ഈ ഈക്വലൻസ്. ഇനി വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന ഫോർമാറ്റിൽ എഴുതുമ്പോൾ ആർ ഈക്വലൻസ് കൂടി ഉണ്ട്. എന്താണ് ആർ ഈക്വലൻസ്? ആർ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. ദാറ്റ് ഈസ് ദി ആർ ഈക്വലൻസ്. റെഡി ആണല്ലോ? അത് ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? അതായത് സെൽസ് പാരലൽ കോമ്പിനേഷനിൽ വെക്കുന്ന കേസ്. റെഡി? നെക്സ്റ്റത്തെ കേസ് എന്താ? നെക്സ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് കേസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ സാധാരണ ഡിസ്ചാർജിങ്ങിന്റെ ഇക്വേഷൻ എഴുതാറുണ്ട്. എന്താ? വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന് എഴുതാറുണ്ട്. ആക്ച്വലി അതെന്താണ്? ഡിസ്ചാർജിങ്ങിന്റെ കേസിൽ മാത്രമേയാണ് നമ്മൾ എന്ത് എഴുതുക? വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ആക്ച്വലി ചാർജിങ്ങിന്റെ കേസിൽ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോലെ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ ആയിട്ടാണ് അത് വരിക എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്ക്. എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദി ടെർമിനൽ ഈസ് 8.5 വോൾട്ട് വെൻ കറന്റ് ഓഫ് 5 ആംപിയർ ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലെ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുക അല്ലെ? അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ 8.5 വോൾട്ട് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്ന കേസ് എന്താ? ഇറ്റ് ഈസ് ഓൾസോ 4 ആംപിയർ ആവുമ്പോൾ അല്ലെ? 4 ആംപിയർ കറന്റ് ഫ്ലോസ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ടെർമിനൽ വോൾട്ടേജസ് എന്താണ്? 10 വോൾട്ട് ആണ്. റെഡി ആണല്ലോ? ഓക്കെ, 10 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തിന്റെ കാര്യമാണ് പറഞ്ഞത്? ദ ഫ്ലോ ഓഫ് കറന്റ് ആണ് പറഞ്ഞത് അല്ലെ? നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ്. അപ്പൊ ഫൈൻഡ് ദി ഇഎംഎഫ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം എന്താ? ഡിസ്ചാർജിങ്ങിന്റെ സമയത്തില്ല ചാർജ് കുറയുക. ഡിസ്ചാർജിങ്ങിന്റെ സമയത്താണ് എന്ത്? ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. അതിൽ നിന്ന് എന്താ ഒരു ഇക്വേഷൻ എഴുതി? വി മൈനസ് 5R ഇസ് ഈക്വൽ ടു 8.5. അതുപോലെ തന്നെ ഇവിടുന്ന് റിലേഷൻ ഉണ്ടാക്കുക എന്താ? ഇ പ്ലസ് 4R ഇസ് ഈക്വൽ ടു 10 വോൾട്ട്. ഇത് കമ്പയർ ചെയ്താൽ R ഇസ് ഈക്വൽ ടു 0.17 ഓം then E is equal to 9.33 വോൾട്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന കേസ് നമ്മൾ സാധാരണ പഠിക്കുന്ന കേസ് എന്താ? സെല്ല് ഡിസ്ചാർജ് ചെയ്യുന്ന കേസ് അല്ലെ? സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ? വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ചാർജ് ചെയ്യുമ്പോൾ എന്താ? നേരെ ഓപ്പോസിറ്റ് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. അപ്പൊ എന്ത് വരും? വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ എന്നുള്ള കേസാണ് വരിക. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബേസ് ഓംസ് ലോ? ട്രാൻസിസ്റ്റർ, ഡയോഡ്, ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോൺ ഓമിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ ഒബേ ചെയ്യുന്ന ആളാരും മാത്രമേ ഉള്ളൂ? നിക്രോം വയർ മാത്രമേ ഉള്ളൂ. റെഡി ആണല്ലോ? നെക്സ്റ്റ് എ വയർ ഹാസ് 10 ഓം റെസിസ്റ്റൻസ് അല്ലെ? അത്ര റെസിസ്റ്റൻസ് എത്രയാ തന്നുള്ളത്? 10 ഓം റെസിസ്റ്റൻസ്. അപ്പൊ 10% ഇൻക്രീസ്ഡ് ആയി അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതായത് എൽ ഡാഷ് ആദ്യത്തത് 100 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടത്തായി 10 അല്ലെ? 110 സെന്റിമീറ്റർ അല്ലെ? 10% ഇൻക്രീസ് ചെയ്തു. അപ്പൊ എൽ എന്തായിരുന്നു? 100 സെന്റിമീറ്റർ ആയിരുന്നു. ഇനി നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടെത്തണം. എന്നിന്റെ വാല്യൂ എന്താ? ദാറ്റ് ഈസ് എൽ ഡാഷ് ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 110/100 വിച്ച് ഗീവ്സ് ഔട്ട് പി 1.1. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് എന്താ? ആർ ഡാഷ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇൻറ്റു ആർ ആണ് അല്ലെ? എൻ സ്ക്വയർ ഇൻറ്റു ആർ ദാറ്റ് ഈസ് 1.1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഇനീഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.21 ഇൻറ്റു 10 ദാറ്റ് ഗീവ്സ് ഔട്ട് ടു ബി 12.1 ഓം എന്ന് വരും അല്ലെ? ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.1 ഓം ആൻസർ കിട്ടി. റെഡി ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യ ഫോളോയിങ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. എന്താ? സ്റ്റാൻഡേർഡ് അല്ലെ? അതായത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് അല്ലെ? വയർ ബോണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ദാറ്റ് ഈസ് മാംഗനീൻ. ഓക്കെ, ദാറ്റ് ഈസ് മെറ്റീരിയൽ കോൾഡ് മാംഗനീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്. ഓക്കെ, ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള സാധനം എന്താ? ബ്രെഡ് ടോസ്റ്ററും ബൾബും. അപ്പൊ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ട് ഏതാന്ന് നോക്കുക.
പാരലൽ ആണല്ലോ. സർക്യൂട്ട് ഏതാടാ? പാരലൽ ആണ്. അപ്പൊ പാരലൽ ആവുമ്പോ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടല്ലേ പവറിന്. പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഉണ്ട്. അതുപോലെ തന്നെ ഐ സ്ക്വയർ ആർ ഉണ്ട് ല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, ഇത് എപ്പളാ യൂസ് ചെയ്യേണ്ടത്? ഇത് പാരലൽ കോമ്പിനേഷനിലാണ് യൂസ് ചെയ്യേണ്ടത്. പാരലൽ കോമ്പിനേഷനിൽ ഇൻവേഴ്സ് റിലേഷൻ. ഇത് എപ്പളാ യൂസ് ചെയ്യേണ്ടത്? ഇത് യൂസ് ചെയ്യേണ്ടത് സെയിം കറന്റ്, അതായത് ഇത് യൂസ് ചെയ്യേണ്ടത് സീരീസ് കോമ്പിനേഷൻ. അപ്പൊ ഇവിടെ ഏത് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ പാരലൽ യൂസ് ചെയ്യണം. പാരലൽ റിലേഷൻ എന്താടാ? പാരലൽ റിലേഷൻ എന്താ? വി നോ ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അതായത് പവറും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ് ആണ്. റെഡി ആണല്ലോ. ഓക്കെ, പവർ. അപ്പൊ പവർ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം, ഹീറ്റ് അല്ലെ. ഹീറ്റ് ഇസ് ഈക്വൽ ടു എന്താ? ഹീറ്റിന്റെ കേസ് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നും കൂടി വേണ്ടി വരും അല്ലെ. എന്താണ്? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടിയും കൂടി വേണ്ടി വരും. ഓക്കെ, റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കേസ്. ഓക്കെ, അപ്പൊ ആ കേസിൽ എന്ത് മനസ്സിലായി? ഹീറ്റ് കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയണം. അപ്പൊ ഇവിടെ ബ്രെഡ് ടോസ്റ്ററിനാവുമല്ലോ ഹീറ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ബ്രെഡ് ടോസ്റ്ററിന് റെസിസ്റ്റൻസ് കുറവും ബൾബിന്റെ റെസിസ്റ്റൻസ് കൂടുതലും. ഓക്കെ, റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ വെക്ടർ ഫോം എന്താ? ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. അത് എന്തിന്റെ വെക്ടർ ഫോം ആടാ? ഓംസ് ലോന്റെ വെക്ടർ ഫോം. നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. റെഡി. നെക്സ്റ്റ് എന്താ? ടേബിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് വരച്ചപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. പക്ഷെ എന്താ? ഡസ് നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ. അതുകൊണ്ട് ഇത് എന്തല്ല? ഓമിക് മെറ്റീരിയൽ അല്ല. ഇനി നെയിം ടു ഡിവൈസ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ അല്ലെ. സെമി കണ്ടക്ടർ ഡയോഡ്, ഗാലിയം ആർസനൈഡ്, അങ്ങനത്തെ എക്സാമ്പിൾസ്, നോൺ ഓമിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച് തന്നെ എന്ത് ചെയ്യണം? എക്സാമിന് പോവാം. റെസിസ്റ്റിവിറ്റി അല്ലെ. നെക്സ്റ്റ് എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? ലെങ്തിനെയോ ക്രോസ് സെക്ഷൻ അതിന്റെ ഡയമെൻഷൻ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? മെറ്റീരിയൽ അല്ലെ. ഓൾ ഓഫ് ദി എബോവ് അല്ല ആൻസർ. ആൻസർ എന്താണ്? ഇറ്റ്സ് മെറ്റീരിയൽ ആണ് അതിന്റെ ആൻസർ അല്ലെ. അതായത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫോർ എ മെറ്റീരിയൽ എന്നുള്ള ഇതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്താ? നെക്സ്റ്റ് നോക്കി, ഇവിടെ ഒരു കഥ പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എ റെസിസ്റ്റൻസ് ആർ ഇസ് കണക്റ്റഡ് ടു എ സെൽ ഓഫ് ഇ എം എഫ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, വോൾട്ടേജ് ആർ ഉണ്ട് അല്ലെ. വോൾട്ടേജ് അക്രോസ് ആർ ഇസ് മെഷർഡ് യൂസിങ് ഐഡിയൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കഥ പറഞ്ഞില്ലേ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ദി കറന്റ് ആൻഡ് വോൾട്ടേജ്. കറന്റ് എന്താ? കറന്റ് ഈസിക്കൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എന്താണ്? ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എന്താ? നെക്സ്റ്റ് ടെർമിനൽ വോൾട്ടേജ് എന്താ? വി ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് വാട്ട് ഇസ് ദി വോൾട്ടേജ് അക്രോസ് ആർ അല്ലെ. അപ്പൊ ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെ. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ഐ? ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. അതേ ഇൻറ്റു ആർ അല്ലെ. ക്യാപിറ്റൽ ആർ ചെയ്താൽ വി ഇസ് ഈക്വൽ ടു ഇ ആർ ബൈ ആർ പ്ലസ് ആർ എന്ന് കിട്ടും. റെഡി ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം എന്താ? ഡ്രോ എ ഗ്രാഫ് കണക്ടിങ് കറന്റ് ഇൻ ദ സർക്യൂട്ട് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ദി വൈ ആക്സിസ്. അപ്പൊ നമുക്ക് വോൾട്ടേജും അല്ലെ ഇ എം എഫ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇക്വേഷൻ? കണക്ടിങ് വോൾട്ടേജ് ആൻഡ് ഇ എം എഫ്. ദാറ്റ് മീൻസ് ടെർമിനൽ വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? വി നോ ദാറ്റ് ദിസ് ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് വി ഹാവ് ഗോട്ട് എൻ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന് കിട്ടി അല്ലെ. അപ്പൊ വൈ ആക്സിസിൽ വി എടുത്തു അല്ലെ. വൈ ആക്സിസ് വി എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ് എന്ന് എഴുതി. ഓക്കെ, റെഡി. അപ്പൊ എന്താ? ദാറ്റ് വാട്ട് ഈസ് എന്താ? ദാറ്റ് ഈസ് വി ആർ ടേക്കിംഗ് എന്താണ്? കറന്റിനെ ആണ് ടേക്കൺ ഇൻ ദി ഏത് ഡയറക്ഷനിലാ? എക്സ് ആക്സിസിൽ കറന്റ് എടുത്തു. ദെൻ വാട്ട് ഈസ് ദി സ്ലോപ്പ്? സ്ലോപ്പ് വി നോ ദാറ്റ് ദി സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിന് കമ്പയർ ചെയ്താൽ എന്താണ് സ്ലോപ്പ് പറഞ്ഞത്? എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? കറന്റ്. ദാറ്റ് ഈസ് കറന്റ് എക്സ് ആക്സിസിലും വോൾട്ടേജ് വൈ ആക്സിസിൽ എടുത്താൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ആർ ആണ് ഇവിടെ സ്ലോപ്പ് വരിക. വി ആണ് എക്സ് ആക്സിസിലെ. സി ദാറ്റ് ഈസ് വൈ ഇന്റർസെപ്റ്റ് ആണ് ഇ എം എഫ്. ഓക്കെ, വൈ ആക്സിസ് വൈ ഇന്റർസെപ്റ്റ് ആണ് ഇ എം എഫ് വരിക. റെഡി ആണല്ലോ. ക്വാണ്ടിറ്റി ഒപ്റ്റെയിൻ ഫ്രം ദ സ്ലോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ലോപ്പ് ഈസ് ദി നെഗറ്റീവ് ഓഫ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓർ ദി നെഗറ്റീവ് വാല്യൂ ഓഫ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി 2018 ക്വസ്റ്റ്യൻ നോക്കാം. റെഡി. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്താ? ഓം മീറ്റർ ആണ് അല്ലെ. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ആർ എ ബൈ എൽ ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓം ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. ക്യാൻസൽ ചെയ്താൽ ഓം മീറ്റർ എന്ന് മനസ്സിലാവും. ഒപ്റ്റെയിൻ ദ എക്സ്പ്രഷൻ അല്ലെ. ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇന്റേണൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ? ഓംസ് ലോ. അതായത് നമുക്ക് വി ഹാവ് ടു റൈറ്റ് ദി വെക്ടർ ലോ ഓഫ് ദി ഓംസ് ലോ അല്ലെങ്കിൽ വെക്ടർ ഫോം ഓഫ് ദി ഓംസ് ലോ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. എന്താ ആർ എന്ന് പറഞ്ഞാൽ? ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. എന്താണ്? ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ. ഇനി നെക്സ്റ്റ് വി ബൈ എൽ. എന്താണ് വി ബൈ എൽ എന്ന് പറഞ്ഞാൽ? വി ബൈ എൽ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഐ ബൈ എ. ഐ ബൈ എ എന്ന് പറഞ്ഞാൽ ജെ അല്ലേ. ഇതെന്താ? വി ബൈ എൽ എന്ന് പറഞ്ഞാൽ വി ബൈ എൽ എന്ന് പറഞ്ഞാൽ ഇ. ഇ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജെ.
അല്ലെ എന്താണ് ഈസ് ഈക്വൽ ടു ജെറോ അല്ലെ. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. എന്താണ് സിഗ്മ? സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ അല്ലെ. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. റെഡി ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 2018 മാർച്ച് എന്താ ചോദിച്ചത് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ്. The drift velocity, average velocity acquired by the electron, like free electron when it is drifting from the positive towards the negative under the influence of the electric field. And the drift velocity equation that is equal to minus E by m into tau. And the relation and the current is equal to I a നീ എവിടെയെന്നാ പറയില്ല നമ്മൾ വെറുതെ this I is equal to NAEVD. What is VD? VD is the drift velocity. Okay ആണല്ലോ. Next 2018 say question. SI യൂണിറ്റ് കൂളൂം മീറ്ററിൽ എന്താ? ദാറ്റ് ഈസ് ഇലക്ട്രോ ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഓം മീറ്ററിൽ എന്താ? ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി. ഓക്കെ. നെക്സ്റ്റ് 40 ഓം ഉള്ള റെസിസ്റ്ററിന് 4 പീസാക്കി എന്നിട്ട് അവരെ പാരലാക്കില്ലേ. ഒന്ന് നോക്കാം 4 പീസാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു 40 ഉള്ളത് 4 പീസാക്കുമ്പോൾ ഒരാളെ റെസിസ്റ്റർ എന്താ റെസിസ്റ്റൻസ് എത്ര ആവും? 10 ആവും. ഇനി അവരെ പാരലാക്കി അപ്പോൾ ആർ പി എന്താ? ആർ പി ഐഡന്റിക്കൽ പാരൽ റെസിസ്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ആർ പി എന്താ എഴുതുക? ആർ ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 10/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2.5 ഓം എന്ന് വരും അല്ലെ. 2.5 ഓം ഈസ് ദി ആൻസർ. ഇനി അപ്ലൈ ദ കിർച്ചോഫ് ഫസ്റ്റ് ലോ അറ്റ് ദി പോയിന്റ് ബി. പോയിന്റ് ബി കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്താടാ? ദാറ്റ് ഈസ് കറന്റ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ അല്ലെ. കറന്റ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഏതാ? കറന്റ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഏതാടാ? എൻറ്ററിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ I2 ലീവ് ചെയ്യാണ്, I3 ലീവ് ചെയ്യാണ്, I1 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എൻറ്ററിംഗ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I3 അല്ലെ. ഇതെന്താ? ദിസ് ഈസ് ലീവിംഗ് കറന്റ് അല്ലെ. ഇത് ലീവിംഗ് ആണ്, I1 എന്ന് പറഞ്ഞാൽ എൻറ്ററിംഗ് ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേറ്റ് ദി കിർച്ചോഫ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്താ? ദാറ്റ് ഈസ് ദി നെറ്റ് EMF ഈസ് ഈക്വൽ ടു മേഷൻ എടുക്കണം എന്തിൻ്റെ ഒക്കെ? ദ പ്രൊഡക്റ്റ് ഓഫ് എന്ത്? കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് അലോങ് ദി പാത്ത്. റെഡി. ഇനി അപ്ലൈ കിർച്ചോഫ് സെക്കൻഡ് ലോ ഇൻ ദി ABFGA അല്ലെ. എന്താ ABFGA എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ എന്ത് ചെയ്യണം? ഈ ലൂപ്പിൽ നമ്മളോട് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം. ഏതിന്റെ? കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ. അപ്പൊ എന്താ? EMF E1 ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? റെസിസ്റ്റൻസ് I1 R2 I1 R അല്ലെ. ഇതാണ് R2, ഇതാണ് R1. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതാണ് I1. റെഡി. അപ്പൊ ഈ I1 എന്ന് പറഞ്ഞ കറന്റ് ആണ് ഇതിൽ കൂടെ പോണത്. അപ്പൊ I1 R2 ഉണ്ട്, I1 R1 ഉണ്ട്. റെഡി. I1 R2 ഉണ്ട്, I1 R1 ഉണ്ട്. ഇനി ഇതിൽ കൂടെ പോണ കറന്റ് I2 ആണ്. അപ്പൊ I2 into R3. So this is the R3 third resistor. That is I2 into R3 plus I1 R2 plus I1 R1. That is very very simple question. Okay. Next. In the circuit given below, assume that no current flows through the galvanometer. ഇതിൽ കൂടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മളോട് ആറിന്റെ വാല്യൂ അല്ലേ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ എന്താ? P/Q ഈസ് ഈക്വൽ ടു R/S. അതായത് ഇവിടെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? 20/40 വിൽ ബി ഈക്വൽ ടു 40/R അല്ലെ. ഇതൊന്നും കട്ട് ചെയ്താൽ 1/2. ഇത് ക്രോസ് ചെയ്താൽ R ഈസ് ഈക്വൽ ടു എത്ര വരും? 80 ഓം എന്ന് വരും അല്ലെ. 80 എന്ത് വരും? 80 ഓം ആൻസർ വരും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. റെഡി. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി? എന്താ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് എന്തെന്ന് പറയാടാ? മൊബിലിറ്റി എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്താ ഇലക്ട്രിക് ഫീൽഡ്? ദാറ്റ് ഈസ് ഇവിടെ യൂണിറ്റ് വരുമ്പോൾ എന്ത് വരും? ഫോഴ്സ് ബൈ ചാർജ് ന്യൂട്ടൺ പെർ കൂളുംബ്. ഈ കൂളുംബ് എന്ത് വരും? മേലേക്ക് വരും. റെഡി. ഇനി ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? F ഈസ് ഈക്വൽ ടു MA അല്ലേ. അപ്പൊ അതിന് ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ബൈ F എന്ന് പറഞ്ഞാൽ MA എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 1 കൂളംസ് എന്ന് വരും. ഇനി എന്തൊക്കെ കട്ടാവും എന്ന് പറഞ്ഞാൽ അതായത് മാസ് അല്ലെ. ദാറ്റ് ഈസ് മീറ്റർ ക്യാൻസൽ ആവും, ഒരു സെക്കൻഡും ക്യാൻസൽ ആവും. ബാക്കി എന്തൊക്കെ വരും? ഈ നോക്കിയേ, ഒരു സെക്കൻഡും ഒരു കൂളുംബും മേലെ വരും അല്ലെ. കിലോഗ്രാം എവിടെ വരും? താഴെ വരും. റെഡി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കൂളും സെക്കൻഡ് ബൈ കിലോഗ്രാം എന്ന് ആൻസർ വരും അല്ലെ. യൂണിറ്റ്. സോ ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി കൂളും സെക്കൻഡ് ബൈ കിലോഗ്രാം. റെഡി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം മീറ്റർ പെർ സെക്കൻഡ് ബൈ ന്യൂട്ടൺ പെർ കൂളും. സോ ദിസ് ഈസ് ഓൾസോ യൂണിറ്റ് ഫോർ ഈസ് ഓൾസോ യൂണിറ്റ് ഫോർ ദി മൊബിലിറ്റി. റെഡി. മൊബിലിറ്റി ലാസ്റ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂളും സെക്കൻഡ് ബൈ കിലോഗ്രാം എന്ന് വരും. റെഡി ആണല്ലോ. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് തന്നിട്ട് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എന്താ? അത് എന്തിന്റെ ഗ്രാഫാ? ദിസ് ഈസ് ദി ഗ്രാഫ് ഫോർ ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി സെമി കണ്ടക്ടേഴ്സ്. എന്താണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി സെമി കണ്ടക്ടേഴ്സ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഏതാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ? എന്താ പറഞ്ഞ ദാറ്റ് ഈസ് സെമി കണ്ടക്ടേഴ്സ്. റെഡി. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ആവറേജ് കൊളീഷൻ ടൈം. എന്താ റെസിസ്റ്റിവിറ്റി? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. റോ ഈസ് ഈക്വൽ ടു M/E². എന്താ E²? N into E²
ഇൻറ്റു ടോ. എന്താ ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റിലാക്സേഷൻ ടൈം. അതിന്റെ ഡെറിവേഷനും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്രസ് ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് കറന്റ് ഡെൻസിറ്റി ഇൻ കണ്ടക്ടിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് സിഗ്മ ഇ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ, അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ജെറോ എന്ന് പറയുന്ന ഇക്വേഷൻ. ബോത്ത് ആണ് ഇമ്പോർട്ടന്റ്. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുന്ന ഗ്രാഫാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് ഇൻ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ് റൂൾ. നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള പൊട്ടൻഷ്യോമീറ്റർ പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മാത്രമേ. ഡിറൈവ് ദി ബാലൻസിങ് കണ്ടീഷൻ. ബാലൻസിങ് കണ്ടീഷൻ ഫോർ എന്ത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സോ അത് പഠിക്കാൻ നിങ്ങൾ പോകരുത് അല്ലേ. ഇപ്പൊ കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ, അതായത് ജംഗ്ഷൻ ലോ ആദ്യം യൂസ് ചെയ്യുക. അതിന്റെ ശേഷം എന്ത് ചെയ്യുക? ജംഗ്ഷൻ ലോ യൂസ് ചെയ്തതിന് ശേഷം വോൾട്ടേജ് ലോ യൂസ് ചെയ്യുക. ഇത് ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഡിറൈവ് ചെയ്തെടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ഫോർ റെസിസ്റ്റേഴ്സ് ടു ഗിവ്. അല്ലെ, ഇവിടുത്തെ റിലേഷൻ എന്താ? ഇവിടെ R1 R2 R3 R4 ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ P Q R S ഉണ്ടെങ്കിൽ P ബൈ Q ഇസ് ഈക്വൽ ടു R ബൈ S. ഇവിടെ R2 ബൈ R4 ഇസ് ഈക്വൽ ടു R1 ബൈ R3 എന്ന് എഴുതി. നെയിം പ്രാക്ടിക്കൽ ഡിവൈസ്. അല്ലെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ ഡിവൈസ് ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ ബ്രിഡ്ജ്. അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. മീറ്റർ ബ്രിഡ്ജ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്താ? മീറ്റർ ബ്രിഡ്ജ് ആണ്. ഇനി ഡ്രോ ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷൻ, റൈറ്റ് ദ ബാലൻസിങ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരക്കണം അല്ലേ. ഈ ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഒരു റെസിസ്റ്റർ ഇവിടെ, ഇവിടെ വേറെ റെസിസ്റ്റർ, ഇവിടെ വേറെ റെസിസ്റ്റർ, ഇവിടെ റെസിസ്റ്റർ. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? വി ഹാവ് കണക്റ്റഡ് എ ഗാൽവനോമീറ്റർ അല്ലേ. ബാലൻസിങ് കണ്ടീഷനിൽ IG, ദ കറന്റ് ത്രൂ ദി ഗാൽവനോമീറ്റർ ബിക്കംസ് 0. റെഡി ആണല്ലോ. ഇനി വാട്ട് ഈസ് ദി ബാലൻസിങ് കണ്ടീഷൻ? ഇഫ് IG ഈസ് ഈക്വൽ ടു 0, ബാലൻസിങ് കണ്ടീഷൻ എന്താ? P by Q is equal to R by S. This is occurs only when the balancing condition is obtained, that is the current through the galvanometer becomes 0. Ready? Next 2021 question. A battery of EM of 10 volt internal resistance 3 is connected to external resistance. If the current of 0.5 ampere, if the current of in the circuit ന്റെ കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 0.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്? വാട്ട് ഈസ് ദി ടെർമിനൽ വോൾട്ടേജ് വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്? ഓക്കെ, അപ്പോൾ നമ്മളോട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ടെർമിനൽ വോൾട്ടേജ് എന്താണെന്ന് കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? EMF വന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? E is equal to EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് ആർ ആണ്. നമ്മളോട് ചോദിച്ചത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്താൽ എന്താ? R പ്ലസ് ആർ ഇസ് ഈക്വൽ ടു E ബൈ I എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്താ? E ബൈ I അല്ലെ. E ബൈ I മൈനസ് സ്മോൾ r. E തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, സ്മോൾ r ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് വാല്യൂ കിട്ടി എത്ര? 17 ഓം. ഇനി നമ്മളോട് ചോദിച്ചത് ടെർമിനൽ വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ V ഈക്വൽ ടു I ഇൻറ്റു R ഈസ് 0.5 ഇൻറ്റു 17. ദാറ്റ് ഗിവ്സ് ഔട്ട് ടു ബി 8.5 വോൾട്ടേജ് അല്ലെ. കറണ്ട് ഓൾറെഡി തന്നാണ് അല്ലെ. കറണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 ആണ് തന്നിട്ടുണ്ട്. റെഡി ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സ്റ്റേറ്റ് കിർച്ചോഫ് റൂൾസ്. യൂസ് ദിസ് റൂൾ ടു ഒബ്റ്റെയിൻ ദി കണ്ടീഷൻ. ഏത് കണ്ടീഷൻ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലെ ബാലൻസിങ് കണ്ടീഷൻ. കിർച്ചോഫ് റൂൾസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് റൂൾ, ജംഗ്ഷൻ റൂൾ ആയാലും വോൾട്ടേജ് റൂൾ ആയാലും പഠിക്കുക. അതുപോലെ തന്നെ ബാലൻസിങ് കണ്ടീഷനും പഠിച്ചിട്ട് പോകുക. ഓക്കെ ആണല്ലോ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് അല്ലെ. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ദ മെഗ്നാനിൻ. ഓക്കെ, ദാറ്റ്സ് എ മെറ്റീരിയൽ കോൾഡ് മെഗ്നാനിൻ. ദ റെസിസ്റ്റൻസ് ഒപ്പോസിഷൻ ഈസ് കോൾഡ് എന്താ? റെസിസ്റ്റൻസ് ഈസ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. അതിന്റെ യൂണിറ്റ് എന്താ? ഇറ്റ് ഈസ് എന്താണ്? ഓം ആണ് അല്ലെ. ഓക്കെ, റെഡി. സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 2022 മാർച്ചിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മളിപ്പോൾ പറഞ്ഞുള്ളത് എന്താ? മൊബിലിറ്റി. ഇനി ലൈറ്റ് ബൾബ് റേറ്റഡ് പവർ തന്നിട്ടുണ്ട് അല്ലേ. പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ്. പവറിന്റെ ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ R അല്ലേ. R ഈസ് ഈക്വൽ ടു എന്താണ്? V സ്ക്വയർ ബൈ P അല്ലെ. V സ്ക്വയർ ബൈ P ചെയ്താൽ 484 ഓം കിട്ടി. റെഡി. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. റൈറ്റ് ഓൺ ദി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. എന്താ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ? P by Q is equal to R by S at the balancing condition, which means there is no current through the galvanometer. Ready? ഇനി 2022 say question നോക്കാം. Write down the equation for drift velocity acquired by electron. അല്ലെ, ഇക്വേഷൻ drift velocity is equal to EE by m into tau. അല്ലെ, ഇക്വേഷൻ എന്താ? that is equal to EE minus EE by m into tau. ഇനി ഇക്ക് പകരമാണ് V by L കൊടുത്തിട്ട് മൈനസ് E
വി ടോ ബൈ എം ഇൻറ്റു എൽ എന്നും നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എഴുതാമാണ്. ഓക്കെ, അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി? അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്ത് എഴുതാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു വി ബൈ എം അല്ലെ, മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ ആണ്. റെഡി ആണല്ലോ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ എന്താ ചെയ്യുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും. ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. ഓക്കെ, റെഡി. കിർച്ചോഫ് സെക്കൻഡ് ലോ എന്താ? നമുക്ക് കിർച്ചോഫ് സെക്കൻഡ് ലോ എന്താ? വോൾട്ടേജസ് അല്ലെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇഎംഎഫ് ഈസ് ഈക്വൽ ടു ദി സമ്മേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് എന്ത് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. അത് എന്തിന്റെ ഒബ്സർവേഷൻ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എന്ത് എനർജി. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി കിർച്ചോഫ് റൂൾ യൂസ് ചെയ്തിട്ട് ബാലൻസിങ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, റെഡി. ഇനി 2023 മാർച്ച് എന്താ? എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. കിർച്ചോഫ് റൂൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചത്. ഓക്കെ, 24-25 എന്താ ചോദിച്ചത് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് ഓംസ് ലോ അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഡിറൈവ് വീറ്റ്സ്റ്റോൺ നെറ്റ്വർക്ക് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ ചെയ്താണ്. ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഗീവ് ഇറ്റ്സ് ഇക്വേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഇല്ലാതെ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഷോ ദാറ്റ് ദ റെസിസ്റ്റൻസ് അല്ലെ, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയതാണ്. ദ റെസിസ്റ്റൻസ് ഈക്വൽ ടു എം എൽ ബൈ എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു എ. ഇനി കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്തിന്റെ ബേസിസിൽ? ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി. ഹെൽപ്പ് ഓഫ് ഡയഗ്രാം അറൈവ് അറ്റ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കറിയാം എന്താ, അതായത് ഈ റിലേഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ റിലേഷനിൽ എത്തുക? നമുക്കറിയാം. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു എന്താ? ഐയുടെ ഇക്വേഷൻ എന്താ? ഐ ഇസ് ഈക്വൽ ടു അല്ലെ, ഐ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി അല്ലെ. എൻ ഇ എ വി ഡി വാട്ട് ഇസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ വി ബൈ എൽ എം ഇൻറ്റു ടോ. നമുക്ക് വേണ്ട എന്താ? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ഐ. അപ്പോൾ ഇത് തിരിച്ചിടണം അല്ലെ. വി ഇവിടേക്ക് ഐ കൊണ്ടുപോകുക, ബാക്കിയൊക്കെ സൈഡിൽ കൊടുത്താൽ എന്തായി? എൽ എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടി. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടിയ എന്താ? റെസിസ്റ്റൻസ് ഈക്വൽ ടു എൽ എം ബൈ എൻ ഇ സ്ക്വയർ ടോ. സോ ഈ റിലേഷനിൽ എത്തുക എന്നുള്ളതാണ്. പല മെത്തേഡിലൂടെ നമുക്ക് ഇങ്ങോട്ട് എത്താം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൽ സമ്മറൈസ് ചെയ്യാനുള്ളത് മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ, അതുപോലെ തന്നെ സെക്കൻഡ് ലോ, അതുപോലെ തന്നെ മീറ്റർ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ, പിന്നെ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റിയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ കാര്യങ്ങൾ, അതുപോലെ ഒരു ലെങ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ ദീസ് ആർ ദ വെരി വെരി കോമൺ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു അവയർനെസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക? ചാപ്റ്റർ ത്രൂ ഔട്ട് പഠിക്കുക, നന്നായി സ്കോർ ചെയ്യുക. ഓക്കെ, ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.